അങ്ങനെ സാബുമോനെയും കുപ്പിയിലാക്കിയിരിക്കുകയാണ് നമ്മുടെ ജിൻ്റപ്പൻ. എങ്ങനെയെന്നല്ലേ, കൊടുത്ത പണി നല്ല വെടുപ്പും വൃത്തിയായിട്ട് ചെയ്തിട്ട് തന്നെയാണ്. അധികം സംസാരിച്ചിട്ടുമില്ല, ഒന്നുമില്ല. ജിൻ്റപ്പന് കൊടുത്ത പണിയിൽ മാത്രമായിരുന്നു ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. രാവിലെ സാബുമോൻ ഹൗസ് കീപ്പിംഗ് ടീമിനെ വിളിച്ച് റൂമൊക്കെ വൃത്തിയാക്കി ഇടാൻ പറഞ്ഞിരുന്നു, ടോയ്ലറ്റും എല്ലാം ക്ലീൻ ചെയ്തിടാൻ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മുടെ ജിൻ്റപ്പൻ ചെയ്തത് 100% അല്ല, 200% എഫേർട്ട് ഇട്ടിട്ടാണ് അത് ചെയ്തത്. വളരെ ഭംഗിയായെന്ന് വെച്ചാൽ ഏറ്റവും ക്ലീൻ ആക്കിയിട്ട് ആ റൂമെല്ലാം ഇട്ടു. ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ട സാബുമോൻ ഞെട്ടിയെന്നാണ്. സാബുമോൻ ജിൻഡോനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഇത്രയും വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി? നിങ്ങൾക്ക് ഇതിന് മുമ്പ് ഇങ്ങനെ വല്ല എക്സ്പീരിയൻസും ഉണ്ടോ? നിങ്ങൾ വല്ല ഹോട്ടലിലും വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന്. അത്രയും മനോഹരമായിട്ടാണ് ജിൻഡോ അത് ചെയ്ത്, 100% സത്യസന്ധതയോടെ. അപ്പോൾ സാബുമോനോട് ജിൻഡോ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പല പണികളും ചെയ്തിട്ടുണ്ട്. ഞാൻ ഹോട്ടലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, 10 രൂപയ്ക്ക് വേണ്ടി കൂടെ പലയിടങ്ങളിലായി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അത് കേട്ട് ഇമ്പ്രസ്ഡ് ആവുന്നുണ്ട് സാബുമോൻ. പറച്ചിൽ കേട്ടിട്ടല്ല കേട്ടോ, പണി കണ്ടിട്ട്. അങ്ങനെ ടിപ്സും കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ പുറത്തിറങ്ങി വന്ന സാബുമോൻ നമ്മുടെ കിച്ചൺ ടീമിനെ വിളിച്ചിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അവരും അത് കൊടുക്കുന്നുണ്ട്. കൊണ്ടുവന്ന ഉടനെ സാബുമോൻ ചെയ്യുന്നത് എന്താ അറിയോ, ജിൻഡോനോട് അതെടുത്ത് കുടിക്കാൻ പറയുകയാണ്. ജിൻഡോ അതെടുത്ത് കുടിക്കുന്ന കണ്ടത് നമ്മുടെ ഋഷി പാഞ്ഞ് വന്ന് പറയുന്നുണ്ട്, ഇത് ഗസ്റ്റിനുള്ളതല്ലേ, ഇതെന്തിനാ എടുത്ത് കുടിച്ചെന്ന്. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, ഗസ്റ്റാണ് എന്നോട് കുടിക്കാൻ പറഞ്ഞതെന്ന്. അത് കേട്ട് ഋഷി തന്നെ ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. അതെ, ഇത് ജിൻഡോയ്ക്ക് കിട്ടിയ അംഗീകാരമാണ്. വായ കൊണ്ടടിച്ചിട്ടല്ല, ജിൻഡോ ഇട്ട സത്യസന്ധമായ എഫേർട്ടിനുള്ള അംഗീകാരം. സാബുമോന് മനസ്സിലായിട്ടുണ്ട് ജിൻഡോ നല്ലോണം പണിയെടുത്തിട്ടുണ്ടെന്ന്. എന്തായാലും സാബുമോൻ ഇമ്പ്രസ്ഡ് ആണ്. ആരോടെ കളി, നമ്മുടെ ജിൻഡപ്പനോടോ.